CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ EP ജയരാജന് രൂക്ഷ വിമർശനം. പ്രകാശ് ജാവദേക്കറെ കണ്ടതല്ല പ്രശ്നം. ദല്ലാൽ നന്ദകുമാറുമായി EP ജയരാജന് എന്ത് ബന്ധമെന്ന് പ്രതിനിധികൾ ചോദിച്ചു. വിഷയം എന്തുകൊണ്ട് പാർട്ടി പരിശോധിക്കുന്നില്ല എന്നും പ്രതിനിധികൾ വിമർശിച്ചു. ശ്രീകുമാരൻ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. വിവരങ്ങൾ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസം ഇന്ന് ആരംഭിക്കുകയാണ്. അതിനു മുന്നോടിയായി ഇന്നലെ പൊതുചർച്ച ഏതാണ്ട് പകുതിയോളം അവസാനിച്ചിരുന്നു. ഒരു 3 ഏരിയ കമ്മിറ്റികളോളം പൊതുചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞു. ഇനിയും ഏരിയ കമ്മിറ്റികൾ ഈ പൊതുചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. അങ്ങനെയാണ് ഈ പൊതുചർച്ചയിൽ പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് EP ജയരാജനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കുന്നത്. EP-യുടെ ജാവദേക്കർ സന്ദർശനമല്ല പ്രശ്നം എന്നാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രതിനിധികൾ പറഞ്ഞിരിക്കുന്നത്. ജാവദേക്കറെ കണ്ടത് വലിയ വിവാദമായിരുന്നു. പക്ഷേ ജാവദേക്കർ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തെ കണ്ടതല്ല പ്രശ്നം. മറിച്ച് ദല്ലാൽ നന്ദകുമാർ എന്ന വ്യക്തിയുമായി എന്താണ് EP ജയരാജന് ബന്ധമെന്നാണ് വീണ്ടും പത്തനംതിട്ടയിലെ പ്രതിനിധികൾ ചോദിച്ചിരിക്കുന്നത്. അതായത് ജാവദേക്കർ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്, അയാൾ രാഷ്ട്രീയ നേതാവാണ്, അങ്ങനെ പല സൗഹൃദങ്ങളും ഉണ്ടാകാം. പക്ഷേ ദല്ലാൽ നന്ദകുമാർ അതൊരു വെറുക്കപ്പെട്ട വ്യക്തിയാണ്. എന്തടിസ്ഥാനത്തിലാണ് EP ജയരാജന് അയാളുമായി ബന്ധം? അത് പാർട്ടി പരിശോധിക്കണം. ഇത്തരം ബന്ധങ്ങൾ എന്തുകൊണ്ട് പാർട്ടി വിലക്കുന്നില്ല, ഇതിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നാണ് അംഗങ്ങൾ ചോദിച്ചിരിക്കുന്നത്. രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ ജില്ലാ നേതൃത്വത്തിനെതിരെയും വിമർശനമുണ്ടായി. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിൻ്റെ സ്വന്തം ഏരിയ കമ്മിറ്റിയായ കൊടുമൺ ഏരിയ കമ്മിറ്റിയിൽ മത്സരത്തിലൂടെ സെക്രട്ടറി ആയത് KB രാജീവ് കുമാറാണ്. ഈ രാജീവ് കുമാർ ഉദയഭാനുവിൻ്റെ അടുത്ത ആളാണ്. സ്വാഭാവികമായി അതൊരു ഗീതയൊക്കെ ഉദ്ധരിച്ചാണ് ഇത്തരത്തിൽ ഒരു പരാമർശം ആ മേഖലയിൽ നിന്ന് ഉണ്ടായത്. അന്ധനായ ധൃതരാഷ്ട്രരെ ഒക്കെ ഉപമിച്ചുകൊണ്ടുള്ള പരാമർശം ഉണ്ടായിരിക്കുന്നു. എന്തായാലും കൃത്യമായ രീതിയിൽ സമ്മേളനങ്ങളിൽ ചില ആളുകൾ നേതാക്കളോട് ഇഷ്ടം കൂടി നിൽക്കുന്ന ആളുകൾ നേതൃത്വത്തിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപം സമ്മേളനത്തിൽ ഉയർന്നു. എന്തായാലും സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസമാണിന്ന്. ചർച്ച ചൂടുപിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്പസമയത്തിനകം തന്നെ പ്രതിനിധി സമ്മേളനം തുടങ്ങും. ഇന്നും MV ഗോവിന്ദനും അതുപോലെ തന്നെ AK ബാലൻ അടക്കമുള്ള K രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരുപക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തനംതിട്ടയിലെത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ ആയിരിക്കും ഈ സമ്മേളനത്തിൻ്റെ അവസാന ദിവസം. നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി പങ്കെടുക്കുന്ന യോഗത്തിലായിരിക്കും പുതിയ സെക്രട്ടറി 3 ടേം പൂർത്തിയാകുന്ന KP ഉദയഭാനുവിന് പകരം ആരാകും സെക്രട്ടറി എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക. ഇക്കാര്യത്തിൽ ഈ ചർച്ചകളിൽ ഒരുപക്ഷേ മുഖ്യമന്ത്രി കൂടി പങ്കെടുത്തേക്കാം. അദ്ദേഹം ഇന്ന് രാത്രിയോടുകൂടി എത്തിച്ചേരുകയാണെങ്കിൽ. TK രജിത്ത്.